അസുര ടെയിൽ ഓഫ് ദ വാങ്ക്വിഷ് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. മലയാളിയായിട്ടുള്ള ആനന്ദ് നീലകണ്ഠനാണ് ഇത് എഴുതിയത്. രാമായണത്തിന് രാവണന്റെ കണ്ണുകൂടെ നോക്കിക്കാണുന്ന ഒരു നോവലാണിത്. രാവണനും ദേവന്മാർ ജീവിതം നശിപ്പിച്ച ഭദ്രയും ഒക്കെയാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് രാവണൻ മരിക്കാറായി കിടക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഓർക്കുന്നതോടെയാണ് ഈ നോവൽ തുടങ്ങുന്നത്. നോവലിലെ രാവണൻ പണ്ഡിതനും ശിവഭക്തനും കുറേ സംഗീതോപകരണങ്ങൾ വായിക്കാൻ അറിയുന്ന ആളുമൊക്കെയാണ്. രാമൻ പൂർണ്ണതയുള്ള വികാരങ്ങളെ അതിജീവിക്കുന്ന ദേവനാവുമ്പോൾ രാവണൻ ദൗർബല്യങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യനാവുന്നുണ്ട് നോവലിൽ. രാമൻ വിജയങ്ങൾക്ക് പുറകെ പോണ ഒരു പ്രൊഫഷണൽ ആണ് എന്ന് നോവൽ പറയുന്നുണ്ട്. രാവണൻ വിജയങ്ങൾ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനും. രാമൻ്റെ വിജയം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ദീപാവലിയായിട്ടും നവരാത്രിയായിട്ടും ഒക്കെ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറന്നു പോണ കുറേ കാര്യങ്ങളുണ്ടെന്ന് രാവണൻ ഈ നോവലിൽ പറയുന്നുണ്ട്. നമ്മളപ്പോൾ ആഘോഷിക്കുന്നത് ദേവന്മാരുടെ ജാതി വ്യവസ്ഥ തകർക്കാൻ ശ്രമിച്ച രാവണന്റെ പരാജയവും അടിച്ചമർത്തപ്പെട്ടതിൻ്റെ തോൽവിയും ഒക്കെ കൂടിയാണെന്ന് രാവണൻ പറയണതാണ് ഈ നോവലിലെ വേറൊരു പ്രധാന ഭാഗം. രാമരാവണ യുദ്ധം തന്നെയാണ് ശരിക്കും അസുരൻ്റെയും കഥ. പക്ഷെ രാവണനെ അടിച്ചമർത്തപ്പെട്ടവനൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നു. രാവണൻ എന്നും കുടുംബത്തിൻ്റെ കൂടെ നിന്ന ആളാണെന്നും കൂടി അസുര പറയുന്നുണ്ട്. രാമൻ സ്വന്തം രാജ്യത്തിനും പ്രജകൾക്കും ഒക്കെ വേണ്ടി സീതേനെ ഉപേക്ഷിച്ചപ്പോൾ രാവണൻ എന്നും മണ്ഡോദരിയുടെ കൂടെ നിന്നു എന്നാണ് അസുരയുടെ ഭാഷ്യം. രാവണൻ സീതേനെ തട്ടിക്കൊണ്ടുവന്ന ഭാഗമൊന്നും ഈ നോവലിലില്ല. പുനർവായനകളൊക്കെ എപ്പോഴും ശ്രദ്ധേയമാവാറുണ്ട്. ഇന്ത്യയിൽ രാമായണത്തിന് അങ്ങനെ കുറേ ഭാഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയലാറിൻ്റെ താടക എന്ന ദ്രാവിഡ രാജകുമാരിയും രാവണപുത്രിയും പിന്നെ മണിരത്നത്തിൻ്റെ രാവണൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയും ഒക്കെ അത്തരത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ചില പുനർവായനകളായിരുന്നു. പക്ഷേ ദേവന്മാരാണ് ഇവിടെ ജാതി വ്യവസ്ഥ പരത്തിയത്, ദേവന്മാരെ അസുരന്മാരെ അടിമകളാക്കിക്കൊണ്ടാണ് രാമരാവണ യുദ്ധം ഇവിടെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അസുര വ്യത്യസ്തമാവുന്നത്. Šta ti znaš o djeci? Nemaš pojma. Nećeš ikad imati. Saro, daj mi te pištolj. Govori gdje je Pagino! Bila je tako Marjuša. ജാസ്മിലാസ് ബാനിക്കാണ് ഗർഭോയ്ക്ക് സംവിധാനം ചെയ്തത്. ഇത് 2006 ബോസ്നിയൻ ഭാഷയിൽ ഇറങ്ങിയൊരു സിനിമയാണ്. ബോസ്നിയ, ഓസ്ട്രിയ, ക്രൊയേഷ്യ, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ ചേർന്നിട്ടായി സിനിമ നിർമ്മിച്ചത്. 2006 ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ബെയർ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. Ali je divna, ali je blaga ova noć, ta ljepota koga čeka, ko će doć. Sva pustinja srebrom blista kao san
Святозвезда, gro draguja, noć ko dan. Šta je bilo, šta se zbilo u taj čas, ili je pjesma ili radosni. 1990-കളിലെ യുഗോസ്ലാവിയയിലെ കഥ നടക്കുന്നത് അവിടുത്തെ സെറജാവോ എന്നുള്ള നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ. 1992 നടന്ന ബോസ്നിയൻ യുദ്ധത്തിൽ 20,000 സ്ത്രീകളാ ബലാത്സംഗം ചെയ്യപ്പെട്ടതെന്നാണ് ഔദ്യോഗിക കണക്കൊക്കെ പറയണത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഗർഭവിക്ക തുടങ്ങണത്. Hajde, nek ti bude. Da vidimo kakve si sreće. Iskustvo. Radila sam 2 godine kod Pite, dok nisu zatvorili kafanu. I gazdu. Noćne smjene. A mogu. Nema nikakvih problema. Muž, djeca i to. Nema. Samo hajvani rađaju djecu na ovaj vakar. Kako se zoveš? Esma. എസ്മ എന്ന് പറഞ്ഞ സ്ത്രീയും അവരുടെ 12 വയസ്സായ മകള് സാറയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവർ രണ്ടുപേരും യുദ്ധം അവസാനിച്ച സെറജാവോ നഗരത്തിൽ ജീവിക്കണവരാണ്. അവരുടെ വളരെ ഒറിജിനൽ ആയിട്ടുള്ള ബന്ധമൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സാറയുടെ സ്കൂൾ ജീവിതം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സാറയ്ക്ക് അവിടെ സമീർ എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ അച്ഛന്മാർ ഒരു യുദ്ധത്തിനിടെ, അതായത് കഴിഞ്ഞുപോയ യുദ്ധത്തിനിടെ മരിച്ചുപോയ പട്ടാളക്കാരാണെന്നാണ് ഇവർക്ക് കിട്ടുന്ന വിവരം. സാറയ്ക്ക് അച്ഛനെക്കുറിച്ചോ അച്ഛൻ മരിച്ചതിനെ കുറിച്ചോ ഒന്നും ഇതിൽ കൂടുതൽ ഒരു വിവരവും ഇല്ല എന്നുള്ളത് സമീർ ഭയങ്കര അത്ഭുതത്തോടെ കേട്ടിരിക്കേണ്ടതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. Dođi vam. Dođi ti. I moj stari je šehid. സാറയ്ക്ക് സ്കൂളിൽ നിന്ന് ഒരു ഫീൽഡ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ എസ്മ ഒരു ഹോട്ടലിൽ വെയിട്രസ്സൊക്കെ ആയിട്ട് ജോലി നോക്കുന്നുണ്ട്. ഇപ്പോഴും യുദ്ധത്തിൻ്റെ എന്തൊക്കെയോ ദുരന്തങ്ങൾ അവരെ പിന്തുടരുന്നുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളോട് പറയണ കുറേ ദൃശ്യങ്ങളുണ്ട് സിനിമയിൽ. യുദ്ധത്തിൽ മരിച്ചുപോയ അച്ഛൻ്റെ രക്തസാക്ഷി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഈ ഫീൽഡ് ട്രിപ്പിന് സൗജന്യമായിട്ട് പോകാമെന്ന് സാറ് അറിയാണ്.
അതിനെക്കുറിച്ച് എസ്മേനോട് ചോദിക്കുമ്പോൾ എസ്മ പറയണത് അച്ഛൻ്റെ മൃതദേഹം ഇതുവരെ കണ്ടു കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണ്. അച്ഛനെക്കുറിച്ച് എപ്പോഴൊക്കെ ചോദിക്കുമ്പോഴും എസ്മ അങ്ങനെ കുറേ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറേണ്ടത് നമ്മൾ കാണുന്നുണ്ട്. ഈ രക്തസാക്ഷി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാമെന്നൊക്കെ എസ്മ പറയുന്നുണ്ടെങ്കിലും അവർ ഈ ട്രിപ്പിന് വേണ്ട പണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. Esma zove Figata. Ti zboga mi sretnica. Da ćeš mi stalno uplaćivati, jer stvarno pobjedili gosti. Gospodine Šarane, mogu li ja vas nešto? Imam jedan privatni. രക്തസാക്ഷികളുടെ മക്കളുടെ ലിസ്റ്റിലൊന്നും തൻ്റെ പേരില്ല എന്ന് സാറ അറിയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അവസാനം ഭയങ്കര ക്ഷോഭിച്ചിട്ട് തന്നെ സാറ എസ്മേനോട് ചോദിക്കുന്നുണ്ട്. യുദ്ധത്തടവിലായിരുന്നപ്പോൾ കുറേ പേര് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് തന്നെയെന്നും അങ്ങനെ ഉണ്ടായ കുട്ടിയെ സാറാന്നും ഒക്കെ എസ്മ അവളോട് അവസാനം പറയുകയാണ്. സിനിമയുടെ വലിയൊരു ഹൈലൈറ്റായി സീൻ. Gdje je poginuo? Saro, daj mi taj pištolj. Gdje je poginuo? Daj mi pištolj. Govori gdje je poginuo! Na liniji. Na kakvoj liniji? Na prvoj. Gdje je ta linija? Saro, molim te. Ne znaš. I lažeš me, cijeli život me lažeš. Hoću istinu, mama! Hoću istinu, da ćemo mresti mi istinu! Hoćeš istinu! Hoćeš istinu! Hoćeš istinu! Hoćeš istinu! Ja hoćeš istinu! A? Silovali su me! Silovali su me! U logoru! I tebe sam rodila u logoru! Ti si četničko kopile! Četničko kopile! അതുണ്ടാക്കുന്ന ഷോക്കും വേദനയും അപമാനവും ഒക്കെ സാറേനെ അവളുടെ അമ്മേനോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യണത്. പിന്നെ അവൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ കാണിക്കുന്ന ക്ലൈമാക്സിന് ഞെട്ടിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് രാമന്റെ വിജയം ലോകം ദീപാവലിയായിട്ട് ഗർഭവിക്ക